ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും അങ്കീസ് ഗാലറിയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു മസാല ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കാം. 5 സ്റ്റാർ ഹോട്ടലുകളിൽ നിന്നൊക്കെ കിട്ടുന്ന അതേ മസാല ഫിഷ് ഫ്രൈയുടെ ടേസ്റ്റിലാണ് നമ്മൾ ഇന്നിവിടെ ഈ ഫിഷ് ഫ്രൈ തയ്യാറാക്കി എടുക്കുന്നത്. ഇത് തയ്യാറാക്കുന്നതിനായി ഏകദേശം 300 ഗ്രാമോളം അളവിലുള്ള നെയ്മീൻ കഷ്ണങ്ങളാണ് എടുത്തിരിക്കുന്നത്. മാംസത്തിന് കട്ടിയുള്ള ഏതു തരം മീനും ഈ ഒരു മസാല ഫിഷ് ഫ്രൈക്ക് വേണ്ടി എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് മീനൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഒരു മിക്സിയുടെ ചെറിയ ജാറിലേക്ക് 10-15 കഷ്ണം ചെറിയ ഉള്ളി, 4-5 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില എന്നിവ ചേർത്ത് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിലുള്ള കുരുമുളകാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി വേണ്ടത് 1/2 ടേബിൾ സ്പൂൺ അളവിലുള്ള പെരിഞ്ജീരകം പൊടിച്ചെടുത്തതാണ്. പിന്നീട് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ അളവിലുള്ള മുളക് പൊടിയാണ്. കൂടെ തന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ആയിക്കഴിഞ്ഞാൽ പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ പുളിയില്ലാത്ത തൈര് കൂടി ചേർത്ത് കൊടുക്കണം. ഇനി വേണ്ടത് 1 ടീസ്പൂൺ കടുക് കൂടിയാണ്. പിന്നീട് ഇതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് നല്ല പേസ്റ്റ് ആക്കി ഒന്ന് അരച്ചെടുക്കാം. ദാ ഈ ഒരു പരുവത്തിലായിരിക്കണം മസാല അരച്ചെടുക്കേണ്ടത്. ഇനി ഒരു ബോളിലേക്ക് മീൻ മാരിനേറ്റ് ചെയ്തെടുക്കാൻ ആവശ്യമായ മസാല കുറച്ചൊന്ന് വെച്ച് കൊടുക്കാം. ഇനി മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ച് കൊടുത്ത് മസാലയിൽ നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. ദാ ഇപ്പോൾ ഞാനിവിടെ മുഴുവൻ മീനും ഇങ്ങനെ മസാലയിലൊന്ന് മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു 10 മിനിറ്റ് നേരത്തേക്ക് റെസ്റ്റ് ചെയ്യാനായി മാറ്റിവെക്കാം. 10 മിനിറ്റിന് ശേഷം ഒരു ഫ്രൈ പാനിലേക്ക് 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇനി ഈ എണ്ണയിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി വെച്ചു കൊടുക്കാം. മീനിന്റെ 2 സൈഡും നല്ല രീതിയിലൊന്ന് തിരിച്ചും മറിച്ചുമിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. മാംസത്തിന് കട്ടിയുള്ള മീനായതുകൊണ്ട് കുറച്ച് സമയമെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാനായി ശ്രദ്ധിക്കണം. മീനെല്ലാം നന്നായിട്ട് ഫ്രൈ ആയതിനു ശേഷം എണ്ണയിൽ നിന്നൊന്ന് കോരി മാറ്റാം. മീൻ കോരി മാറ്റിയതിനു ശേഷം ബാക്കി വന്ന എണ്ണയിലേക്ക് ഒരു സവാളയും ഒരു തക്കാളിയും ചെറുതായിട്ട് അരിഞ്ഞതൊന്ന് ചേർത്ത് കൊടുക്കാം. കൂടെ തന്നെ ഒരല്പം കറിവേപ്പിലയും കൂടി ചേർത്ത് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം.
പിന്നീട് ഇതിലേക്ക് ബാക്കി വന്ന മസാലയും കൂടി ചേർത്ത് കൊടുക്കാം. മസാലയും ചേർത്ത് കൊടുത്ത് മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. മസാല വഴറ്റിയെടുത്തതിന് ശേഷം നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുള്ള മീനിലേക്ക് അതുകൂടി ചേർത്ത് കൊടുക്കാം. ഇതാ ഇപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മസാല ഫിഷ് ഫ്രൈ ഇവിടെ തയ്യാറായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടമായെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുതേ. ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൂടി ഒന്ന് അറിയിക്കാൻ മറക്കരുതേ. താങ്ക് യു.